ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ ഫാർ ജോസഫ് പീസ് കുസ്തോസ് ഫാർ റൈറ്റസ് സ്നേഹമുള്ള വൈദികരെ, സിസ്റ്റേഴ്സ്, കുടുംബാംഗങ്ങളെ, സ്വർഗത്തിലേക്ക് ഉള്ള നമ്മുടെ യാത്രയ്ക്കായി ഒരുങ്ങുന്ന ഈ നൊയമ്പ് കാലത്ത് മരിക്കുന്നത് ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. സ്വർഗത്തിലെത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഈ നൊയമ്പിൻ്റെ ആചരണങ്ങളെല്ലാം. ആ ഒരു കാലത്ത് തൊട്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് പോകുമ്പോഴേ നമുക്ക് ഇതില്ലാത്ത കൃതജ്ഞതയുണ്ട്. നമുക്ക് യാത്രയാക്കാം, ദൈവത്തിൽ എത്തിച്ചേരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിനെ ഏൽപ്പിക്കാം. എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ജീവിതത്തെക്കുറിച്ച് ബെണിയച്ചൻ പറഞ്ഞു. ഈ ജോൺ ചേട്ടനെ കുറിച്ച് ബെണിയച്ചൻ നന്നായിട്ട് പറഞ്ഞു. ഒത്തിരിയധികം മനസ്സിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഒത്തിരിയധികം ഞാൻ 3 വർഷക്കാലമായിട്ട് ഒത്തിരി അടുപ്പത്തോടെ വീട്ടിൽ ചെല്ലുകയും കാണുകയും എൻ്റെ വീട് പോലെ കയറി ചെന്ന് എൻ്റെ സ്വന്തം സഹോദരൻ രീതിയിൽ ഞാൻ സ്നേഹം ഒത്തിരി അനുഭവിച്ച കുടുംബം. അവിടെ നിന്നൊരു യാത്ര അതിൽ ഞാനും പങ്കുചേരുകയാണ്. എല്ലാവും പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് പോവുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അതേസമയം എല്ലാം പൂർത്തിയാക്കുമ്പോഴേ തന്നെ ഏൽപ്പിച്ചതായ എല്ലാവും കൃത്യമായി നിർവഹിച്ച് നിയോഗങ്ങളെല്ലാം പൂർത്തീകരിച്ച് എന്ന് ദൈവത്തോട് പറഞ്ഞുകൊണ്ട് ഞാനിതെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന അത്ര എളുപ്പമല്ല. ലക്ഷ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് യാത്ര ചെയ്യുക. ജീവിത ലക്ഷ്യം എന്താണെന്ന് നല്ല വ്യക്തതയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശാന്തമായിട്ട് ജീവിച്ചു. എൻ്റെ മനസ്സിൽ ഓടി വന്ന ഒരേ ഒരു ചിത്രം പിതാവിൻ്റെയാണ്. ഞാൻ ഈ ചേട്ടൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സിൽ വന്നത് എന്താ ചെയ്തേ? ഒന്നും ചെയ്തില്ല, ഔസേപ്പിതാവിനെ പോലെ. പക്ഷെ തന്നിൽ ഏൽപ്പിച്ചതായ ദൗത്യങ്ങൾ കൃത്യമായി നിർവഹിച്ചു. സാന്നിധ്യം കൊണ്ട് കുടുംബത്തെ അനുഗ്രഹിച്ചു. കുടുംബത്തിലുണ്ട്. കുടുംബത്തെല്ലാവരെയും നന്നായിട്ട് നോക്കി എല്ലാം കൃത്യമായിട്ട് ആ കുടുംബ ജീവിതം തന്നെ ഏൽപ്പിച്ചതായ ജോലി ഔസേപ്പിതാവിനെ പോലെ കൃത്യമായിട്ട് എല്ലാം, ഒരു ബഹളവുമില്ല, ആർക്കും ആരോടും പറയുന്നില്ല, ഒന്നും അറിയുന്നില്ല. അതേസമയം ആഴമേറിയ വിശ്വാസത്തില് ദൈവത്തിൽ ആശ്രയിച്ചു കർത്താവേ എന്നെ ഏൽപ്പിച്ചതില്ല ഞാൻ ചെയ്യുന്നു എന്ന് പറയുവാനായിട്ട് നിരന്തരം ദൈവത്തിലേക്ക് നോക്കുമായിരുന്നു, ദൈവത്തിൽ ആശ്രയിക്കുമായിരുന്നു. നീതിമാനായ ഒരു മനുഷ്യൻ. മീഖാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേൾക്കും 6-ാമത്തെ 8-ാമത്തെ അധ്യായത്തില് ദൈവത്തോടൊപ്പം സഞ്ചരിക്കുന്നതായ നീതിമാന്മാരെ കുറിച്ച്. ദൈവത്തോടൊപ്പം സഞ്ചരിക്കുക അത് അനുഗ്രഹമാണ്. ദൈവത്തോടൊപ്പം സഞ്ചരിക്കുമ്പോൾ അവിടെ വലിയ ബഹളത്തിനൊന്നും ആവശ്യമില്ല, ഒച്ചപ്പാടിന്റെ ആവശ്യമില്ല, അടുത്ത് പറയേണ്ട ആവശ്യമില്ല, അടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ചോദിക്കുന്നതെല്ലാം ദൈവത്തോടാണ്. ദൈവം ഒപ്പമുണ്ട്. ആ ദൈവത്തിലേക്ക് ഇടയ്ക്കൊന്ന് നോക്കിയാൽ മാത്രം മതി എന്നുള്ളത് കൊണ്ടാണ് ആ ലക്ഷ്യത്തോടു കൂടി ഇത്രയെല്ലാം ചെയ്യാൻ സാധിക്കുന്നത്. ദൈവത്തെ കണ്ടുകൊണ്ട് ആ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ജീവിതം തികച്ചും നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ്, ഒരു വെല്ലുവിളിയാണ്. നമുക്ക് കണ്ടുപഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പറയാറുണ്ട് നല്ലവരെയൊക്കെ ദൈവം നേരത്തെ എടുക്കുമെന്ന്. ശരിയാ. പക്ഷേ ചില നല്ലവരെയൊക്കെ ദൈവം നേരത്തെ വിളിക്കില്ല. അവര് മറ്റുള്ളവർക്ക് മാതൃകയാകുവാൻ, മറ്റുള്ളവർക്കൊന്ന് കണ്ടുപഠിക്കുവാൻ, അതൊന്ന് വായിച്ചെടുക്കുവാൻ ചില നല്ലവരെയൊക്കെ ദൈവം നാട്ടിൽ നിർത്തുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു അപ്പച്ചനാണിത്. ഞാൻ ജോൺ ചേട്ടാ എന്ന് വിളിക്കാറില്ല, ഒന്നും വിളിക്കാറില്ല. വീട്ടിൽ ചെന്നാല് അല്പസമയം ഒരുമിച്ചിരിക്കും. അധികം സംസാരമൊന്നുമില്ല.
ഒരുമിച്ചിരുന്നു കൊണ്ടുള്ള ഏതാനും കാര്യങ്ങൾ മാത്രം അപ്പം പറഞ്ഞു വരുമ്പോൾ അത് കുറച്ചുകൂടി പറയുവാനുണ്ട്. പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ ആരാണ് ശ്രേഷ്ഠമായ ജീവിതം നയിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് അതിനുള്ള നമ്മൾ പ്രകടമായിട്ട് കാണുന്നത് ദീർഘ ആയുസ്സാണ്. 83 വർഷങ്ങൾ ജീവിച്ചു. ദീർഘായുസ് അത് തന്നെ പ്രകടമായിട്ടുള്ള വ്യക്തതയാണ് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ജീവിച്ചു എന്നുള്ളത്. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ശ്രേഷ്ഠമായ ജീവിതമെന്ന് മനസ്സിലാക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ ജീവിച്ചു എന്നതാണ്. തന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുത്തു. ഏറ്റവും നല്ല മകനായ ക്രിസ്പനച്ഛനെ, ജസ്റ്റിനച്ഛനെ ദൈവത്തിന് കൊടുത്തു. ഏറ്റവും നല്ല ദൈവത്തിന് കൊടുത്തു എന്ന് മാത്രമല്ല, അത് എല്ലാവർക്കും ആയിരിക്കണം. ദൈവത്തിന്റെ ദൗത്യം നിർവഹിക്കുന്നതാകണം എന്നുള്ളത് വ്യക്തതയുണ്ട്. മിഷനറിയാണ് അച്ഛൻ. ഈ മിഷനറി ആകുന്ന അച്ഛൻ അവിടെ വല്ലപ്പോഴാണ് നാട്ടിലേക്ക് വരുന്നത്. നീ ഇങ്ങ് പോര്, ഞങ്ങൾ വയസ്സായില്ലേ, ഒപ്പമായിരിക്കണമെന്നൊന്നും പറഞ്ഞില്ല. ദൈവത്തിന് കൊടുത്തുകൊണ്ട് നിന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളിൽ കൃത്യമായിട്ട് നിർവഹിക്കുക എന്ന് നിരന്തരം പ്രാർത്ഥനയിലൂടെ ഈ അപ്പച്ചൻ പറയുമായിരുന്നു. യേശുവിൽ ദൈവം അർപ്പിച്ചതായ എല്ലാ കാര്യവും കൃത്യമായി നിർവഹിക്കുന്നുണ്ട് എന്ന ഔസേപ്പിതാവ് ദൂരെ നിന്ന് വീക്ഷിക്കുകയും ഒപ്പമായിരിക്കുകയും സംരക്ഷിക്കുകയും സ്നേഹം കൊണ്ടും സാന്നിധ്യം കൊണ്ടും എല്ലാം അനുഗ്രഹിച്ചതുപോലെ ഈ അപ്പച്ചനും തൻ്റെ മകൻ എപ്പോഴും 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 അനുഗ്രഹമാണ്. ദൈവം എന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് വിളിക്ക് കിട്ടുക. മാതാപിതാക്കളെ ദൈവം തിരഞ്ഞെടുക്കുന്നു. എന്നിട്ടാണ് ആ പുരോഹിതൻ രൂപം കൊള്ളുന്നത്, ജനിക്കുന്നത്. അത്തരത്തിൽ ഇതാ തൻ്റെ ഏറ്റവും നല്ല സമ്പാദ്യമായ ജസ്റ്റിനച്ഛനെ ദൈവത്തിന് കൊടുത്തു. ദൈവത്തിൻ്റെ വേലയ്ക്കായിട്ട്, അതും മിഷൻ പ്രവർത്തനം. ഞാൻ 16 വർഷം മിഷനറിയായിരുന്ന ആളാണ്. മിഷൻ പ്രവർത്തനം എളുപ്പമൊന്നുമല്ല. പക്ഷേ എന്നിട്ട് പോലും അത് നിർവഹിക്കുവാനായിട്ട് പിന്നിലെപ്പോഴും ബലമായിട്ട് ഈ അപ്പച്ചനുണ്ടായിരുന്നു. ഞങ്ങളുണ്ടടാ എന്ന് പറഞ്ഞിട്ട് കുടുംബത്തിൽ നിന്നുള്ള പ്രാർത്ഥന ഒത്തിരി അധികമാണ് എപ്പോഴും. അത് തന്നെ സന്തോഷത്തോടു കൂടി ജീവിതമാണ്. എപ്പോൾ വീട്ടിൽ ചെന്നാലും ആദ്യം സംസാരമൊന്നുമില്ല. ഞങ്ങൾ കുറച്ച് അമ്മച്ചി കട്ടനിട്ട് തരും, അതെന്തെങ്കിലുമൊക്കെ തരും, ഇങ്ങോട്ട് പറയും എന്താ കഴിക്കേണ്ടത്, ഇങ്ങോട്ട് പറഞ്ഞു തരും. അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ഇരുന്നിട്ട് കുറച്ച് നേരമൊക്കെ ഇരിക്കും. അത് കഴിയുമ്പോൾ ഞാനങ്ങ് പോകും. ചിലപ്പോൾ ആരും കാണുമില്ല, തീർച്ചയായിട്ടും മാത്രമേ കാണുകയുള്ളൂ. ഒത്തിരി പറയാനൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ഒന്ന് ചിരിക്കും. ഞാൻ കൗൺസിലിംഗ് നടത്തുന്ന ആളാണ്. അവിടെ ഒത്തിരി വൃദ്ധരെ കാണുന്നുണ്ട്, ഒത്തിരി വിഷമങ്ങൾ കാണുന്നുണ്ട്, അവിടെ നിരാശകൾ കാണുന്നുണ്ട്. ഈ അപ്പച്ചനിൽ ഒരു നിരാശയുമില്ല, സന്തോഷമാണ്. എല്ലാവും കൃത്യമായി നിർവഹിക്കുന്നതിൻ്റെ സന്തോഷതയിൽ പൂർണ്ണമായി ഇപ്പോഴും പോകുന്നു. സങ്കീർത്തനം 16-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. ആനന്ദത്തിൻ്റെ പൂർണ്ണതയെക്കുറിച്ച്, ശാശ്വതമായ സന്തോഷത്തെക്കുറിച്ച് അതിജീവിതത്തിൽ അനുഭവിച്ച് മുന്നോറി. ആശുപത്രിയിൽ പോയാൽ പിറ്റേന്ന് തന്നെ കുർബാന സ്വീകരിച്ച് കാലത്ത് ശ്വാസം മുട്ടലായിട്ട് വല്ലാതെ വിഷമിക്കുന്നുണ്ടായിരുന്നു. ആ കുർബാന സ്വീകരിച്ചതോടെ അതങ്ങ് ശാന്തമായി. വൈകുന്നേരം ആയപ്പോൾ പല അസുഖങ്ങൾ ഞാൻ നോക്കിക്കാണുമ്പോൾ അപ്പോഴാണ് ഡോക്ടേഴ്സ് പറയുന്നത് ഉണ്ടായിരുന്ന പല അസുഖങ്ങൾ. ഈ അസുഖങ്ങളെല്ലാം ഉണ്ടായിട്ട് ത്യാഗ മനോഭാവത്തോടു കൂടി എല്ലാവും സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷെ മുഖത്ത് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എപ്പോഴും. എന്നിട്ട് വെന്റിലേറ്ററിൽ കയറുന്ന ഉടനെ തന്നെ നമ്മൾ അനോയിൻ്റ് ചെയ്തു, രോഗിലേവനം കൊടുത്തു. ത്യാഗത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചു പോയി ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു. ഈ പഴയ നിമിത്തമുള്ള ശ്രേഷ്ഠമായ ജീവിതത്തിൻ്റെ മൂന്നാമത്തെ അവസാനത്തെ കാര്യമാണ് പറയുന്നത്. അവസാനം എന്ന് പറയുന്നത് സന്താന പരമ്പരയാണ് ആരുടെ ലക്ഷണം എന്ന് പറയുന്നത്. സന്താന പരമ്പര ഇവിടെ നിങ്ങൾ ഇന്ന് കണ്ടു. എല്ലാ കാര്യങ്ങളും മക്കളും കൊച്ചുമക്കളും അപ്പോൾ ഉണ്ടായിരുന്നത്. മക്കളെന്ന് പറയുമ്പോൾ മരുമക്കൾ അതിൽ പെടുന്നുണ്ട്. മരുമക്കൾ കൊച്ചുമക്കളാണ് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരുമിച്ച് എല്ലാവരും കൂടി ക്രിസ്മസ് നാട്ടിലുണ്ടായിരുന്നു. ഒരുമിച്ച് കൂടി പലപ്പോഴും ഞാനും കൂടാറുണ്ട്. എല്ലാവരും കൂടിയിട്ട് സന്താന പരമ്പര, എല്ലാവർക്കും സന്തോഷം, എല്ലാവർക്കും സ്നേഹം, അത്രയും. അപ്പം ശ്രേഷ്ഠമായ 3 കാര്യങ്ങൾ. ഒന്ന്
ദീർഘായുസ്, രണ്ടാമത് ദൈവത്തിൻ്റെ സാന്നിധ്യം, മൂന്നാമതായിട്ട് സന്താന പരമ്പര. ഇത് മൂന്നുമുണ്ടായിരുന്നു. ഔസേപ്പിതാവിനെ പോലെ നല്ല നല്ല കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് നിശബ്ദമായിട്ട് എല്ലാവും പൂർത്തീകരിച്ചുകൊണ്ട് യാത്രയാവുകയാണ്. നമ്മോട് പറഞ്ഞു തരുന്നത് നമ്മൾ നിന്നും യാത്രയാകുന്നുവെന്ന്, ഭവനത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് ആ ഭവനത്തിലേക്ക് കൊണ്ടുപോകാം, ദൈവത്തിന് ഏൽപ്പിക്കാം. തൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകട്ടെ. നമ്മൾ പോകേണ്ടതായി എത്തിച്ചേരേണ്ടത് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യുന്നുവെന്ന് മാത്രം ചിന്തിക്കാം. ഉറപ്പായിട്ടും ദുഃഖം ഒത്തിരിയുണ്ട്, സങ്കടം ഒത്തിരിയുണ്ട്. അതെല്ലാം നമുക്ക് പ്രാർത്ഥനയാക്കി മാറ്റാം. ദൈവകരങ്ങൾ സുരക്ഷിതമാണ്. നമ്മളെല്ലാവരും ദൈവകരങ്ങൾ സുരക്ഷിതമാണ്. ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കാം നമുക്ക് ഈ കുടുംബത്തിൻ്റെ ആ ആഴമേറിയ പരസ്പര ബന്ധവും സ്നേഹവും എല്ലാം ഇനിയും കെട്ടുറപ്പോടെ ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും ദൈവം ഒപ്പമായിരിക്കട്ടെ. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ആ ദൈവം നമ്മുടെ ഒപ്പമുണ്ട് എന്നുള്ളത് നമുക്ക് മറക്കാതിരിക്കാം. ദൈവത്തിൽ നിന്ന് വന്ന ആ അപ്പച്ചനെ നമുക്ക് ദൈവത്തിന് കൊടുക്കാം. എല്ലാവരും ഓർക്കുക, ഈ ഒരു മാതൃക ജീവിതത്തിൽ നിങ്ങളും പകർത്തിയെടുക്കുക. ഇപ്രകാരമാണ് കുടുംബത്തെ നോക്കേണ്ടതെന്ന് പറഞ്ഞു തരുന്നുണ്ട്. ദുഃഖത്തോടെ നമുക്ക് ദൈവത്തോട് പറയാം, സങ്കടമുണ്ട് എങ്കിലും കൂടെ ഉണ്ടാകണമേ എന്ന് മാത്രം ദൈവത്തോട് പറയാം. ദൈവത്തിന് ഏൽപ്പിക്കാം. അവിടെ നിന്ന് നമ്മെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.